നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മോദി സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് ഒരു പ്രത്യേകതയുണ്ട്. ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ അല്ല ഇപ്പോൾ ബി അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ പിന്തുണയും ബി ഭരണം നടത്താൻ ഇപ്പോൾ ആവശ്യമാണ്. പ്രധാനമായും ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDUവും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചില പാർട്ടികളും NDA മുന്നണിയിലുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ പ്രതീക്ഷ പാളി. ഇന്ത്യ മുന്നണിയുടെ വൻ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത്. ആന്ധ്രാപ്രദേശിലും ബീഹാറിലും TDPയും ജനതാദൾ യുവും മുന്നേറ്റമുണ്ടാക്കിയത് കൊണ്ട് മാത്രം നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു. പിന്തുണ നൽകിയതിന് പകരമായി ഈ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആവശ്യത്തിലേറെ കേന്ദ്ര സർക്കാർ വാരിക്കോരി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചികഞ്ഞു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. മനസ്സമാധാനത്തോടു കൂടിയല്ല BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. പല കാര്യങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ BJPക്ക് കഴിയുന്നില്ല. BJPയുടെ പല നിലപാടുകളും ഇത്തവണ BJP പിന്താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് വിരുദ്ധമാണ് എന്നുള്ളതിനാൽ ശ്രദ്ധിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. രണ്ടാം മോദി മന്ത്രിസഭയിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ പലതും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യം. പ്രത്യേകിച്ചും ജനതാദൾ യു കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളോടും വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യു BJP മുന്നണി വിട്ടേക്കുമെന്നുള്ള സൂചനകളാണ് നേരത്തെ പുറത്തു വന്നത്. RJD തലവൻ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് ക്ഷണിച്ചതോടെയാണ് ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ ആരംഭിച്ചത്. അതിനു പിന്നാലെ പുതിയ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സമയത്ത് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ തേജസ്വി യാദവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. എന്തായാലും താൻ BJP നേതൃത്വം നൽകുന്ന മുന്നണി വിടില്ല എന്ന് കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ പറഞ്ഞിരുന്നു എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരർത്ഥത്തിൽ BJPയുടെ നിലവിലെ സാഹചര്യവും വളരെ മോശമാണ്. NDA മുന്നണിക്ക് പിന്തുണ നൽകുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണം കാലുമാറിയാൽ ഭരണം മൂട്ടിൽ വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിന് മുൻപേ നടന്ന പ്രവചനത്തിന് തുല്യമായ ഒരു സംഭവം ഓർമ്മയിലെത്തുന്നത്. ഈ അടുത്ത് തന്നെ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചനകളാണ് അന്ന് ലഭിച്ചത്. ഇന്ത്യ മുന്നണിയിൽ നിന്നും വളരെ നിർണായകമായ ഒരു സൂചനയാണ് അന്ന് പുറത്തു വന്നത്. പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ലഭിച്ച ഈ സൂചന നിലവിലെ കേന്ദ്ര ഭരണത്തിന് അന്ത്യം കുറിക്കുമോ എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന ചോദ്യം. പശ്ചിമ ബംഗാളിൽ അധികാര കൈമാറ്റം നടക്കാൻ പോകുന്നോ എന്നുള്ള ചോദ്യങ്ങളാണ് അന്ന് ഉയർന്നത്. ബംഗാളിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിക്ക് സർക്കാരിൽ സുപ്രധാന ചുമതല നൽകണമെന്ന ആവശ്യം പാർട്ടിയിൽ നേരത്തെ തന്നെ നിരന്തരം ഉയരുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഭിഷേക് ബാനർജിയുടെ ജന്മദിനത്തിൽ മമതാ ബാനർജിക്ക് ശേഷം അഭിഷേക് ബാനർജി സംസ്ഥാനത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് അവകാശപ്പെട്ട് മുൻ MP കുനാൽ ഘോഷ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുതിയൊരു വാർത്ത അന്ന് എത്തിയത്. മുതിർന്ന TMC നേതാവും മുർഷിദാബാദ് MLAയുമായ ഹുമയൂൺ കബീറാണ് സൂചനകളുമായി എത്തിയത്. ഏതാനും ദിവസം മുൻപ് ഹുമയൂൺ കബീർ അഭിഷേക് ബാനർജിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. മോദി സർക്കാർ അധികകാലം നിലനിൽക്കില്ലെന്നും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് ഹുമയൂൺ കബീർ വ്യക്തമാക്കിയത്. ഈ സർക്കാരിൽ മമതാ ബാനർജി പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജി കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ പങ്കാളിയാകുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തിയായ രാഷ്ട്രീയ വനിതകളിൽ ഒരാളായാണ് മമതാ ബാനർജിയെ കണക്കാക്കുന്നത്. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി തിരക്കിലാകുമ്പോൾ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായി അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഹുമയൂൺ കബീർ ഇത് പറഞ്ഞതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും.
അതിനർത്ഥം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സൂചനകളിൽ അടങ്ങിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഹുമയൂൺ കബീർ പറഞ്ഞു. ഈ സർക്കാർ അധികകാലം നിലനിൽക്കില്ല. ഡൽഹിയിൽ ഇന്ത്യൻ സഖ്യം സർക്കാർ രൂപീകരിക്കും. മമതാ ബാനർജി അതിലൊരു പ്രധാന പങ്ക് വഹിക്കും. ഡൽഹിയിലെ ജോലിയും അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അഭിഷേക് ബാനർജിയെ ബംഗാൾ ഉപമുഖ്യമന്ത്രിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ മമതാ ബാനർജി കേന്ദ്രത്തിൽ ചുമതലയേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുമെന്നും ഹുമയൂൺ കബീർ വ്യക്തമാക്കി. അഭിഷേകിന് ആഭ്യന്തര വകുപ്പ് നൽകണമെന്നും അത് നന്നായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനാകുമെന്നും ഹുമയൂൺ കബീർ പറഞ്ഞു. അഭിഷേക് ബാനർജി അർഹനായ പിൻഗാമിയായി മാറിയെന്ന് ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടി. അഭിഷേക് ബാനർജി നിലവിൽ TMCയിൽ ജനറൽ സെക്രട്ടറിയായി സുപ്രധാന പദവി വഹിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അഭിഷേക് ബാനർജിക്ക് സുപ്രധാനമായ ഭരണ പദവി ലഭിച്ചാൽ പാർട്ടി കൂടുതൽ ശക്തമാകുമെന്നും കബീർ പറയുന്നു. ഇത് ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് ഹുമയൂൺ കബീറിന്റെ വാദം. 2025 ഫെബ്രുവരിയോടുകൂടി ഇക്കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് കേന്ദ്രത്തിലെ ഭരണമാറ്റം സംബന്ധിച്ച് അടുത്ത മാസം ഫെബ്രുവരിയിൽ ചില തീരുമാനങ്ങൾ നടപ്പിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃണമൂൽ MLA ഹുമയൂൺ കബീർ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.